ഓൺലൈനിലൂടെ മുണ്ടക്കയം സെന്ററിന്റെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം പറയുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ തിടുക്കത്തോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. കുറിവാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളുടെ ഉറപ്പായ തെളിവ് ലുദിയായുടെ വിഷയം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തോളം വായിക്കുന്നത്. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: പുഴവക്കത്ത് ഇതുപോലത്തെ വിരിച്ചൊരുക്കിയ മനോഹരമായിരിക്കുന്നത് ഹോളില്ല, കസേരയിട്ട് ആളുകളെ ഇരുത്തിയിട്ടില്ല, പാട്ടുകാരില്ല, മനോഹരമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റമോ ക്രമീകരണങ്ങളോ ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലന്റെ അകത്ത് കിടന്ന സുവിശേഷത്തിന്റെ ഭാരം പുഴവക്കത്ത് നിന്ന് ക്രമീകൃതമല്ലാത്തൊരു സ്ഥാനത്ത് ഒരു അന്തിച്ചന്തയിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒത്തിരി പേര് കേട്ടു, കടന്നുപോയി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് ലുദിയ ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രസംഗികൻ പറയുന്നതിനോട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സ്വർഗത്തിലെ ദൈവം കണ്ടു. ഈ പ്രഥമ രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതൊന്നും പ്രസംഗികനോ സംഘാടകരൊന്നും അധികം ശ്രദ്ധിക്കുകയില്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നതാണ്. ശ്രദ്ധ ലഭിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പ്രസംഗത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയെക്കുറിച്ച് നോക്കാൻ പ്രസംഗിക്കുന്നത് എനിക്ക് പറ്റില്ല. പക്ഷേ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നവരെ ശ്രദ്ധിക്കും. രാത്രി ഇതിനകത്തിരിക്കുമ്പോഴോ ഓൺലൈനിൽ ഇരിക്കുമ്പോഴോ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ സ്വർഗം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. സ്തോത്രം. വചനത്തോട് ആര് കൂറ് പുലർത്തുന്നോ അവർക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, യെരൂശലേമിൽ ദൈവാലയത്തിൽ പെരുന്നാളിന് പോയിട്ട് നിർജ്ജന പ്രദേശത്തിലൂടെ തേരിലൂടെ മറഞ്ഞു വരുന്ന എത്യോപ്യൻ മന്ത്രി, അയാള് ഇന്നത്തെ പോലെ ബൈബിളല്ല, യെരൂശലേമിൽ നിന്നൊരു തോൾച്ചുരുളിനകത്ത് യെശയ്യാ പ്രവചനത്തിലെ ഒരു പുസ്തകം മുഴുവനില്ല, അധ്യായമേ കാണത്തുള്ളൂ. കാരണം തോൾച്ചുരുളിനകത്തൊരു യെശയ്യാ പ്രവചനം 66 പുസ്തകങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ഓടിക്കേറ്റാൻ പോലും പറ്റിയാണ്. അപ്പോൾ ഒരധ്യായമായിരിക്കും ചിലപ്പോൾ. ആ ഒരു അധ്യായം ചുരുട്ടി യെരൂശലേമിൽ നിന്ന് വായിച്ചിട്ട് വീട്ടിൽ ചെന്ന് വായിക്കാതെ വെച്ചില്ല, തേരിനകത്തിരുന്ന് വായിച്ചെന്ന് എഴുതിയിരിക്കണം. തേരെന്ന് പറയുന്നത് കുതിര വലിക്കുന്ന വണ്ടിയാണ്. സ്തോത്രം. കുതിരവണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ബൈബിള് വായിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്, വലിയ പാടാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരവണ്ടി നമ്മുടെ കാറ് വന്നതുപോലെ സ്മൂത്തായിട്ടല്ലല്ലോ ഓടുന്നത്. കുതിര ചാടിച്ചാടിയല്ലേ പോകുന്നത്. ചാടിച്ചാടി പോകുന്ന വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കാൻ ആത്മാർത്ഥത കാണിച്ചത് നിർജ്ജന പ്രദേശത്ത് ആരും കണ്ടില്ല, സ്വർഗത്തിലിരുന്ന് ദൈവം കണ്ടു. ഇന്ന് രാത്രി അന്തരീക്ഷം എന്താണെങ്കിലും, സമയം പോയാലും ഇല്ലെങ്കിലും, ആൾക്കൂട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ കുന്നിന്റെ മുകളിൽ വന്നിരുന്നത് വൃഥാവാകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവരെ ദൈവം ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. മുണ്ടക്കയം IPCയുടെ സെന്റർ ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷനിൽ ഒരുപക്ഷെ ഈ ശബ്ദവീതിക്കകത്ത് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ തുടങ്ങിയവരെ ദൈവം അനുഗ്രഹിക്കും. പ്രാവശ്യത്തെ കൺവെൻഷൻ അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് വചനം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരാൻ സാധ്യതയുണ്ട്. വചനം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ദൈവം ആളെ അയക്കാൻ സാധ്യതയുണ്ട്. വചനം ശ്രദ്ധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അകമഴിഞ്ഞ് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ സൗഖ്യം വരും, ദൈവശക്തി വ്യാപരിക്കും, ബന്ധനങ്ങൾ അഴിയും, നിങ്ങളുടെ മേൽ അഭിഷേകം ഇറങ്ങി വരും, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കും. അവരുടെ കണ്ണ് നമ്മുടെ മേൽ പതിയെ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ രാത്രിക്കാലം ഒരുമിച്ച് നന്ദിയോടെ സ്വന്തം ചെയ്യാൻ തുടങ്ങിയാൽ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കാൻ ചുരുക്കം പേരുള്ളെങ്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അവരെ ഇന്ന് രാത്രി ദൈവം തൊടുന്ന രാത്രിയായി മാറും. ഹല്ലേലൂയ. ലുദിയ കച്ചവടത്തിനിടയ്ക്കാണെങ്കിലും ആ സമയം വചനം ശ്രദ്ധിക്കാൻ വേണ്ടി, പൗലോസ് പ്രസംഗിക്കുന്ന വചനം ശ്രദ്ധിക്കാൻ വേണ്ടി മനസ്സ് വെച്ചു. പെട്ടെന്ന് കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. സ്തോത്രം. മനുഷ്യർക്ക് തുറക്കാൻ പറ്റില്ല, കർത്താവിനെ തുറക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചാൽ, ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞോണ്ട് വചനം തുറക്കാം. നീ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചാൽ ഹൃദയമല്ല, ചിലപ്പോൾ വഴികൾ ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുമ്പിൽ കാണുന്ന വലിയ ഭാരങ്ങളെ എടുത്തു മാറ്റാനുള്ള വഴി എവിടാണോ അതിന്ന് രാത്രി ദൈവം തുറക്കും. ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഈ ഗ്രാമത്തിലോ ഈ കേരളത്തിലോ ചുറ്റിക്കിറങ്ങി നടക്കേണ്ടവരായിരിക്കില്ല. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം എങ്ങോട്ട് അയക്കാൻ ആഗ്രഹിക്കുന്നോ അവിടേക്കുള്ള വാതിൽ തുറക്കാൻ, വഴി തുറക്കാൻ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചാൽ മതി.
എത്രയോ തെളിവുകൾ ഇനിയുണ്ടെന്നറിയാമോ? വചനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ സ്വർഗം അവരെ ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കാൻ ആരംഭിക്കും. കർത്താവ് ചെയ്യട്ടെ. ശ്രേഷ്ഠ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചൊരു യോഗമായിരിക്കും. ഇനിയൊരു പ്രാർത്ഥനയ്ക്കൂടെ ഞാൻ മുതിരുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വിശദീകരണം ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കൃത്യമായ സമയത്ത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാൻ ഞാൻ 9-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 17-18 2 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. 17-18 വാക്യങ്ങൾ 9-ാം അധ്യായത്തിൽ നിന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കും. ദയവായി ശ്രദ്ധിച്ചാണ്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അടുത്തത്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനാകണം. സഭയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ദൈവിക വെളിപ്പാടുകളും ദർശനങ്ങളും പ്രാപിച്ച് ദൈവസഭയെ പറഞ്ഞുറപ്പിക്കാൻ വേണ്ടി കർത്താവ് കണ്ടെത്തിയ ധന്യനായ പൗലോസിന്റെ മാനസാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് 9-ാം അധ്യായം. അതൊരു വഴിത്തിരിവിന്റെ അധ്യായമാണ്. അത് ചരിത്രം മാറ്റിയ അധ്യായമാണ്. സഭയുടെ നിലവാരം മാറ്റിയ അധ്യായമാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഒരാള് മാനസാന്തരപ്പെട്ടാൽ മതി ചരിത്രം മാറാൻ. സ്തോത്രം. ഇന്നായിരിക്കുന്ന ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു കുതിച്ചു ചാട്ടത്തിന് സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിരിക്കുന്ന ഒരാളെ ദൈവം മാനസാന്തരപ്പെടുത്തിയാൽ അവിടെ വെച്ചൊരു വഴിത്തിരിവുണ്ടാകും. ഇന്ന് രാത്രികാലം നിങ്ങൾ ആത്മാർത്ഥമായ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കർത്താവ് യോഗ നിമിത്തം ചിലപ്പോൾ ഒത്തിരി ഒന്നും കാണിയല്ല, ഒരു മനുഷ്യനെ മാറ്റിയെടുത്താൽ അവൻ മുഖാന്തരം ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നടക്കാനിടയാണ്. ഈ അധ്യായത്തിനകത്ത് പ്രധാനമായും 3 അത്ഭുതങ്ങളാണുള്ളത്. 3 അത്ഭുതങ്ങൾ 9-ാം അധ്യായത്തിനകത്ത് അതിന്റെ ഉള്ളടക്കത്തിനകത്ത് 3 അത്ഭുതങ്ങളാണ്. ഒന്നാമത്തെ അത്ഭുതം പൗലോസിന്റെ മാനസാന്തരം തന്നെയാണ്. മാനസാന്തരം ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. നമുക്ക് മാനസാന്തരം ഒരു അത്ഭുതമാണോ അല്ലയോ എന്നൊരു ആശങ്ക നിങ്ങളുടെ മുഖത്തുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം ഏറ്റവും വലിയ അത്ഭുതം ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്നതാണ്. മാനസാന്തരം നിത്യത വരെ നിലനിൽക്കുന്ന അത്ഭുതമാണ്. രോഗം സൗഖ്യമായാലും മരിക്കാം. സ്തോത്രം. പൗലോസിന്റെ മാനസാന്തരം അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് വിശദീകരണത്തിലേക്ക് എത്താം. രണ്ടാമത്തത് 32-ാം വാക്യം തുടങ്ങുമ്പോഴാണ് ഈ അധ്യായത്തിലെ 2ാമത്തെ അത്ഭുതം. 32-ാം വാക്യം തുടങ്ങുമ്പോൾ പത്രോസ് എല്ലാവരും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്ന് അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അനനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അതിനോട്, അനനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ശാലൂരിലും പാർക്കുന്ന എല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. 4 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ രോഗസൗഖ്യമൊക്കെ ഒരു വലിയ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സംഭവമല്ല. അവരുടെ കൊച്ചു കൊച്ചു യോഗത്തിൽ പോലും വലിയ വലിയ വിടുതലുകൾ നടക്കുന്ന കാലമാണ്. എന്തിനേറെ പറയുന്നു, അപ്പോസ്തലന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴല് തട്ടിയാൽ സൗഖ്യമാകുമായിരുന്നു. പൗലോസിന്റെയൊക്കെ റൂമാല് കൊണ്ടിട്ടാൽ സൗഖ്യമായിരുന്ന കർച്ചീഫ് അല്ലെങ്കിൽ സ്തോത്രം തോൾ ഇട്ടിരിക്കുന്ന തോൾ കൊണ്ട് കൊണ്ടിട്ടാൽ, സ്കാർഫ് പോലെ ഇരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു 2ആം കൊണ്ട് കൊണ്ടിട്ടാൽ സൗഖ്യമാകുമായിരുന്നു. അങ്ങനെ സൗഖ്യം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല. നിഴല് തട്ടിയാൽ കൈ പോലും വെക്കണ്ട, പ്രത്യേകിച്ച് എല്ലാവരും കൂടി മുമ്പോട്ട് വിളിക്കണ്ട, പ്രത്യേകിച്ച് എല്ലാവരും പാട്ട് പാടണ്ട, ഒന്നും ചെയ്യണ്ട. കർത്തൃദാസന്മാർ നടന്നു പോകുമ്പോൾ നിഴല് തട്ടിയാൽ സൗഖ്യമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ആ പഴയ കാലമൊക്കെ മടങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഓർത്തോളം, സ്വർഗത്തിലെ ദൈവത്തിന് ക്ഷതമില്ല, അവന്റെ കൈ കുറുതായി പോയിട്ടില്ല. വിശ്വസിക്കാൻ തയ്യാറായാൽ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ തുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തോട് പറ, ചില കാര്യങ്ങൾ മടങ്ങി വന്നേ മതിയാകും.
ഹല്ലേലൂയ. സ്തോത്രം. എന്നെ ആശ്ചര്യപ്പെടുത്തിയത് കർത്തദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന ഒരു സദസ്സിൽ ഒരു വലിയ മെഗാ പ്രസംഗത്തിന്റെ ശൈലിയിലല്ല. നിങ്ങളത് മനസ്സൊരുക്കത്തോടുകൂടെ വളരെ സ്വന്തം ലളിതമായിട്ട് കാര്യങ്ങൾ മുഖാമുഖം പറയാനാണ് കൂടുതൽ ഇന്ന് രാത്രിക്കാലം ഞാൻ സന്തോഷിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് സ്തോത്രം. ആ ഭാഗത്ത് തന്നെ ആയി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. എന്നാൽ അന്നത്തെ കാലത്ത് 8 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ഓർത്തു നോക്കി ഇവിടെ എഴുതിയിരിക്കുന്ന പദമുണ്ടോ? വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു അവിടെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവമക്കൾക്ക് 9 പേരുകൾ വിളിക്കുന്നുണ്ട്. 9 പേരുകൾ അപ്പോസ്തല പ്രവൃത്തി മൊത്തത്തിൽ. അതൊരു ബൈബിൾ ക്ലാസ് പോലെ പറഞ്ഞെങ്കിൽ ഒരു പ്രസംഗത്തിനുള്ള വകയുണ്ടത്. അതിലൊരു പേരാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാർ ക്രിസ്ത്യാനികളെന്നൊക്കെ ഈ പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പേരുണ്ടാകുന്നു 11-ാം അധ്യായത്തിൽ. അതിനു മുമ്പ് അവരെ ശിഷ്യന്മാരെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. പിന്നെ കൂട്ടാളികളെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അതിലൊരു പേരാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടത്തെ ദൈവസഭയുടെ അടുക്കൽ ചെന്നു. അവർ ദൈവസഭയ്ക്കകത്താണ് അയനയാ സൗഖ്യമാകാതെ നടക്കുന്നത്. പ്രാർത്ഥിച്ചു കാണുകയല്ലേ? നിങ്ങളെന്ത് പറയുന്നു? സ്തോത്രം. 8 കൊല്ലമായിട്ട് സഭയിൽ ഒരാള് പക്ഷപാതം പിടിച്ചു കിടക്കുമ്പോൾ അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നടക്കുന്ന കാലത്ത് ആ സഭ പ്രാർത്ഥിച്ചു കാണില്ലേ? ഉപവാസ പ്രാർത്ഥന വെച്ച് കാണില്ലേ? കർത്തദാസന്മാർ എണ്ണ പൂശി പ്രാർത്ഥിച്ചു കാണില്ലേ? ഇതൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും സൗഖ്യമാകാതെ കിടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 8 കൊല്ലമായി സൗഖ്യമാകാതെ കിടക്കുന്നു. എന്താ കാരണം? നമ്മൾ പറഞ്ഞേക്കാം, കുറെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ പറഞ്ഞേക്കാം, സ്തോത്രം പാസ്റ്ററെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്തെ ആകത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞേക്കാം. 8 കൊല്ലം ഈ മനുഷ്യന് സൗഖ്യമാകാതെ രോഗിയായിട്ട് കിടത്തിയിട്ട് കർത്താവൊന്നും കിട്ടാനില്ല. വേറൊന്ന് പറഞ്ഞേക്കാം, പത്രോസ് വന്നെങ്കിലേ സൗഖ്യമാകത്തുള്ളൂ, അദ്ദേഹത്തിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് നിർബന്ധമില്ല. മാർക്കോസിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുന്നത്. ഇന്നാല് വന്നെങ്കിലേ നടക്കത്തുള്ളൂ എന്നൊരു വ്യവസ്ഥ ദൈവത്തിനില്ല. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആര് വിശ്വസിക്കുന്നോ, അത് മുമ്പക്കാര് വിശ്വസിച്ചാലും കോട്ടയക്കാര് വിശ്വസിച്ചാലും ദൈവത്തിന് മുഖപക്ഷമില്ല. ഇന്ന് രാത്രി ആര് വിശ്വസിക്കുന്നോ അവരെ അനുഗ്രഹിക്കാൻ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഓൺലൈനിൽ ഇത് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ വീട്ടിൽ ഇങ്ങനെ കിട്ടുന്ന അവസരം പാഴാക്കാതെ ഭാഗ്യവശാൽ ഈ സെൻട്രൽ കൺവെൻഷന്റെ ലിങ്ക് കിട്ടി നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വിശ്വസിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഇരിക്കുന്നിടത്ത് അത്ഭുതം ചെയ്യാൻ, ഇവിടെ മുണ്ടക്കയം വരെ വരാൻ പറ്റിയില്ലെങ്കിലും സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇനിയാണ് ഒന്നേ സൗഖ്യമാകത്തുള്ളൂ. ഇത്ര കാലം കഴിഞ്ഞാലേ അങ്ങനെയൊന്നുമില്ല. പിന്നെ 8 കൊല്ലം എന്തുകൊണ്ട് സൗഖ്യമാകാതെ കിടന്നു എന്ന് 9-ാം അധ്യായം പഠിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഭകൾക്ക് വേണ്ടി ഒരു ദൂത് തന്നു. ഇത് സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ വായിച്ചിട്ടിരിക്കുന്ന വാക്യത്തെ വിസ്മരിച്ചുകൊണ്ടല്ല, അതിലേക്ക് വരും. പക്ഷേ ആത്മാവിനോട് പ്രേരിപ്പിക്കുന്ന ദൂത് ഞാൻ പറഞ്ഞു പോകാം. എന്തുകൊണ്ടാണെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു 31-ാം വാക്യം വായിച്ചു നോക്കാൻ. 31-ാം വാക്യമാണ് വാസ്തവത്തിൽ ഈ ചോദ്യത്തിന് മറുപടി തന്നത്. എന്താ 31-ാം വാക്യം? ആ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നു പെരുകിയും കൊണ്ടിരുന്നു. അപ്പം പൗലോസിന്റെ മാനസാന്തരത്തോട് ബന്ധപ്പെട്ട് 31-ാം അധ്യായം ഒറ്റ വാക്യം ഒരു പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുക. നിങ്ങളുടെ ബൈബിളിലേക്ക് നോക്കിയാൽ കാണാം. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ വാക്യം വായിക്കുമ്പോൾ വായനയെ തന്നെ പ്രസംഗിക്കുന്നതിനേക്കാൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ കുറെ കാര്യം ഗ്രഹിക്കാലോ. അല്ലെ? അങ്ങനല്ലേ? നമ്മൾ വെറുതെ രാവിലെ നേർച്ച വായിക്കാനല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് ബൈബിൾ വായിക്കുമ്പോഴല്ലേ ഈ ദൂതൊക്കെ ഉണ്ടാവുന്നത്. സ്തോത്രം. പ്രസംഗിക്കാൻ ഇവിടെ വന്നില്ലെങ്കിൽ, പ്രസംഗം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഇത് വായനയെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്ത് മനസ്സിലാകും? ഈ ഗലീല, യഹൂദ്യ, ശമരിയ പ്രദേശങ്ങളിൽ അങ്ങനെ സഭയ്ക്ക് സമാധാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതുവരെ സഭയുടെ സമാധാനത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന തെറ്റുകൾ. സ്തോത്രം. പ്രശ്നം എന്തോ ആകട്ടെ,
ഒരു പൗലോസ് എന്ന വിപ്ലവകാരി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സഭയുടെ സ്വസ്ഥത കിട്ടും, സഭയുടെ സമാധാനം കിട്ടും. എന്തു ആയിക്കോട്ടെ, സഭയ്ക്കകത്ത് നിന്ന് സമാധാനം പോയാൽ പിന്നെ അത്ഭുതങ്ങൾ നടക്കുകയല്ല. സ്തോത്രം. മനസ്സിലാവുന്ന രാത്രിക്കാലം സ്തോത്രം. അത്ഭുതം നടക്കണോ, സമാധാനമുള്ള സഭയിലേ നടക്കത്തുള്ളൂ. രോഗശാന്തി നടക്കണോ, സ്തോത്രം, പ്രാർത്ഥന ഫലിക്കണോ, ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ അഴിയണോ, നമ്മുടെ മുമ്പിൽ വെച്ച എരിഹോ മതിലുകൾ ഇടിയണോ, യോർദാൻ പിളർക്കണോ, ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവാക്കണോ, കഷ്ടങ്ങൾ നീങ്ങണമോ, മരുന്നില്ലാതെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണമോ, അതിനൊരു വഴിയേ ഉള്ളൂ. 10 പേരുള്ളെങ്കിലും അത് സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രാർത്ഥനകൾ ഫലിക്കാനുള്ളതും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാലം ഞാൻ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുമെങ്കിൽ, അത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നന്ദിയോടെ സ്തോത്രം ചെയ്തോ. സ്വർഗം ഒരു ശുഭകരമായ ദൂത് പറയുകയാണ്. 2024 സഭകൾക്ക് സമാധാനമുണ്ടായാൽ സ്വർഗം അതിനകത്ത് അത്ഭുതം ചെയ്യാൻ തുടങ്ങും. രക്തത്താലെ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. റമന ശതാരിയായ ഹന്തരക്ഷസിയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാസ്റ്റർ 3-4 വാക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്ന് പ്രസംഗിക്കുന്നത്. പക്ഷേ ഒരാഗ്രഹം ഞാൻ പറഞ്ഞു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ചെന്ന് സ്നേഹിച്ചോട് പറയുന്നു, സമാധാനമുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. സമാധാനം കെടുത്താൻ വേണ്ടി സാത്താൻ പല പരിപാടികളിടും. ഒന്ന് കർത്താവ് കൂടെ ഈ പെരുവെള്ളത്തിൽ കിടന്ന് തണ്ട് വലിച്ച് കുഴയുമ്പോഴും കൊടുങ്കാറ്റടിച്ച് മുങ്ങാൻ തുടങ്ങുമ്പോഴും അവര് സ്തോത്രം ആടി ഉണഞ്ഞ് കർത്താവിനെ തട്ടി ഉണർത്തി കഴിയുമ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞത്, ഭയപ്പെടാം, നിങ്ങൾ ഭീരുക്കളാകാതിരിക്കും. ഭയവും ഭീരുത്വവും സമാധാനം കെടുമ്പോഴുണ്ടാകുന്നത്. സമാധാനത്തോടിരിക്കുമ്പോൾ ഭയമില്ല. അപ്പൊ സാത്താൻ ഇതിനിടയിൽ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്, സ്തോത്രം, മാരകമായ പ്രശ്നമാണോ, എന്റെ ആയുസ് കുറയുകയാണോ, ഞാനെന്തോ പ്രശ്നത്തിലാണോ. നമ്മൾ പെന്തിക്കോസുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ബന്ധനത്തിലാണോ എന്നാണ്. സ്തോത്രം. ബാക്കി എന്തിനേക്കാൾ 1000 പേര്, ഞാൻ ഈ പ്രൊഫഷനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇത്രയും പേടിയാണെന്ന് പബ്ലിക്കിലാണെങ്കിലും പറയാം. സ്തോത്രം. കാരണം എല്ലാവർക്കും ഒരു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, ആരെങ്കിലും ഞാനിന്ന് പോരുന്നവരെങ്കിൽ 2 ഫോണെങ്കിലും എടുത്തു. 2 ഫോണിന്റെയും പ്രശ്നം ഇതാണ്. സ്തോത്രം. അത് പേടിയാണ്. സമാധാനം പോയി കഴിയുമ്പോൾ ഉള്ളിൽ ഭയമുണ്ടാകും. ഞാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിന്റെ സമാധാനത്തിൽ ഉറച്ചു നിന്നാൽ. നിങ്ങളൊരു വാക്യം കൊലോസ്യർ വായിച്ചിട്ടുണ്ടോ? ആ വാക്യം ഇതാണ്, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ, സ്തോത്രമല്ല, നിങ്ങൾ സമ്പൂർണ്ണ സമാധാനത്തിൽ കാക്കും എന്നൊരു വാക്യം. സ്തോത്രം അല്ലേ? എന്നൊരു വാക്യം ഇല്ലേ? പൂർണ്ണ സമാധാനത്തിൽ കാക്കും എന്ന വാക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ്യ സമാധാനം നിങ്ങളുടെ നിലവുകളെയൊക്കെ കാക്കും. ക്രിസ്തുവേശു. ഇപ്പൊ നോക്കി ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പോ സ്തോത്രം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളെ കാക്കും. കാക്കുമെന്ന വാക്കിന് അമ്പയർ ചെയ്യുകയാണ് എഴുതിയിരിക്കുന്നത്. അമ്പയർ ചെയ്യുകയാണ്. അമ്പയർ പറഞ്ഞ ആരാ മക്കളെ? ക്രിക്കറ്റ് കളി അറിയാവുന്നവർക്ക് അറിയാം അമ്പയർ ആരാണ്. ആരാന്നറിയാമോ? സ്തോത്രം. പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ നമ്മൾ അമ്പയർ എന്ന് വിളിക്കാറില്ല. പിന്നെ ആരാണ്? ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് സ്തോത്രം ബാറ്റ് ചെയ്യുന്ന ആൾക്കാരും ബോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എന്റെ പുറകിൽ തൊപ്പിയും വെച്ച് ഒന്നും മിണ്ടാതെ പുറകിൽ കൈയും കെട്ടി സൂക്ഷ്മതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് അമ്പയർ. അദ്ദേഹത്തിന്റെ പണി എന്താ? സ്തോത്രം, ബോൾ തെറിച്ചു പോകുന്നത് അല്ലെങ്കിൽ ബാറ്റ് കൊള്ളുന്നത്, ഇയാൾ ബാറ്റ് ഇതൊക്കെ നോക്കാൻ വേണ്ടി നിൽക്കുന്നതാ. ഇതുപോലെ ആ വാക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവ സമാധാനത്തിൽ കാക്കും. സമാധാനം നമ്മളെ സുരക്ഷിതമായിട്ട്. നീ ജനിച്ചത് ചെറിയ വീട്ടിലാണ്, ഞെരുക്കമുള്ള സ്ഥലത്താണ്, വണ്ടിയും വഴിയില്ലാത്ത സ്ഥലത്താണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് നിന്റെ കുടിലിനകത്ത് അത്ഭുതം ചെയ്യാനുണ്ട്. അതിന് വേണ്ടത് എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം തന്ന സമാധാനത്തിന്റെ വേലിക്കെട്ട് പൊളിക്കാൻ ദുഷ്ടൻ നോക്കുമ്പോ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മശക്തിയോടെ പറയണോ, ദൈവം തന്ന സമാധാനം കളയരുത്. കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തിയാൽ സാത്താൻ അറിയാം, പിന്നെ ഒരു പ്രാർത്ഥിച്ചാലും ഫലിക്കുകയല്ല. സഭയ്ക്കകത്ത് സമാധാനം കെടുത്തിയാൽ അറിയാം, പിന്നെ അവർ എത്ര ദിവസം ഉപവാസം ഇരുന്നാലും സമാധാനം മടങ്ങി വരാതെ ദൈവപ്രവൃത്തി നടക്കുകയല്ല.
സമാധാനമുള്ള ഭവനത്തിലെ ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ. ഇത് തിരിച്ചറിയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന്, ഇനി എവിടെ പോയി പ്രാർത്ഥിക്കുമെന്നുള്ള ചോദ്യത്തിന് സ്വർഗ്ഗം ഇന്ന് രാത്രി മറുപടി പറയുന്നു. നിങ്ങൾക്കൊരു ദൈവദാസനെ ദൈവമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇടയനാണ്. അദ്ദേഹത്തിന് കൃപ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം പ്രവർത്തിക്കും. സമാധാനം സ്വന്തം നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറായാൽ സ്വന്തം നിങ്ങൾ എങ്ങും പോകണ്ട. നിങ്ങളുടെ സഭയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പഠിക്കും. ഹല്ലേലൂയ. നമ്മളൊരു ചോദ്യം ചോദിക്കും, എന്റെ ക്ലാസ്സിന് സമാധാനം ഇല്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നത്, യോഗത്തിന് വന്നത്? അങ്ങനെ പ്രശ്നമല്ലേ? നമ്മളൊരു പാട്ട് പാടാറില്ലേ, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനം. ആ പാട്ടിൽ തന്നെ മറുപടിയുണ്ട്. കാരണം എന്താ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നവരുടെ കയ്യിലിരിക്കുന്ന സമാധാനം നമ്മുടെ വീട്ടു സ്വത്തല്ല, ലോകം തരുന്നതല്ല. യേശു പറഞ്ഞൊരു വാക്കോർക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ സമാധാനമില്ലാതെ അലഞ്ഞു നടന്നപ്പോൾ യേശു നമ്മളെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് സമാധാനമില്ലെങ്കിൽ എന്റെ സമാധാനം നിനക്ക് തരാം. അപ്പൊ ഇപ്പൊ സഭയുടെ കയ്യിൽ ഇരിക്കുന്ന സമാധാനം റബ്ബർ വെട്ടാൻ തുടങ്ങിയപ്പോ വന്നതല്ല, പിള്ളേര് പേർഷ്യയൊക്കെ വന്നതല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? സഭയ്ക്കകത്ത് വന്നാൽ കിട്ടുന്നത് കാശല്ല, സഭയ്ക്കകത്ത് വന്നാൽ കിട്ടുന്നത് സായിപ്പിന്റെ ഫോൺ നമ്പറുമല്ല, സഭയ്ക്കകത്ത് വന്നാൽ കിട്ടുന്നത് ദൈവത്തിന്റെ സമാധാനമാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനമില്ലാതെ കറങ്ങുന്നവരാണെങ്കിൽ, സ്വന്തം നിങ്ങൾ പ്രവാചക കൂടാരങ്ങളിലോ നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നവരായിരിക്കാം. പക്ഷേ കർത്താവിന്റെ സഭയ്ക്കകത്ത് വരുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ, കൽപ്പന അനുസരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് സമാധാനം കൊടുക്കും. അത് കിട്ടണമെങ്കിൽ കാശ് കൊടുത്താൽ പറ്റില്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ദശാംശം അയച്ചു കൊടുത്താലും പറ്റിയല്ല. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ എന്റെ സമാധാനം നിനക്ക് തരാം, അത് ലോകം തരുന്നത് പോലല്ല. അപ്പൊ സഭ, പല സഭകൾ ചേർന്നതാണല്ലോ സെൻട്രൽ കൺവെൻഷൻ. സഭയും സഭയോട് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഇന്ന് രാത്രി കേൾക്കണം. ഇപ്പൊ സഭയുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ ജനിച്ചപ്പോ കൊണ്ടുവന്ന സമാധാനമല്ല, കർത്താവ് തന്ന സമാധാനമാണ്. ആ സമാധാനം ഒന്നും രണ്ടും പറഞ്ഞ് കളഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ദൈവം നമുക്ക് തന്നതല്ലേ, ദൈവത്തിൻ്റെതല്ലേ അത്, അതൊരു വരമല്ലേ, ദാനമല്ലേ. ആ ബോധം ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വരട്ടെ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിൽ പറയണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സമാധാനം നമ്മൾ രണ്ടുപേരും കൂടി ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുകയല്ല, നമ്മുടെ കർത്താവ് കരുണ കാണിച്ച് നമുക്ക് തന്നതാണ്. അത് കളയരുതെന്ന് ഇന്ന് രാത്രി തമ്മിൽ പറഞ്ഞാൽ സ്വർഗം പ്രസാദിക്കും. ആ തിരിച്ചറിവാണ് ഇന്ന് രാത്രി അത്ഭുതത്തിലേക്ക് നയിക്കുന്നത്. ഇത് കൺവെൻഷന്റെ ഒന്നാമത്തെ രാത്രിയാണ്. ഈ രാത്രി സ്വർഗം പറയുന്നു, ഞാൻ തന്ന സമാധാനം അത് നശിപ്പിക്കാൻ ദുഷ്ടൻ എന്തെല്ലാം വഴി നോക്കിയാലും നിങ്ങൾ സമാധാനത്തിൽ തുടരണം. സ്തോത്രം. സമാധാനത്തിൽ തുടരണം. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിലൊക്കെ യേശുക്രിസ്തു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉണ്ടാക്കുന്നവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടുപേരും കൂടി എന്താ പറയാ, ഒരു കോംപ്രമൈസിനൊന്നല്ല, അതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണ്. സ്തോത്രം. രക്തസ്രാവക്കാരി സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. അവളുടെ ശരീരത്തിലേക്ക് ഭയങ്കര ശക്തി വ്യാപരിച്ചു. അവൾ സൗഖ്യമായി. യേശുവിന് മനസ്സിലായി ശക്തി വ്യാപരിച്ചെന്ന്. യേശുവെ കാണാൻ വേണ്ടി, ആരെന്നെ തൊട്ടതെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി ശ്രമിച്ചു. അവളെ വിളിച്ചു മുമ്പിൽ കയറ്റി. എന്നിട്ട് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. യേശു അവിടെ നോക്കിയിട്ട് സ്വസ്ഥത വന്നു, സ്വസ്ഥമായിട്ട് പറഞ്ഞിരിക്കുന്ന സമാധാനത്തോടെ പോക എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗോ ഇൻ ടു ദ പീസ്, സമാധാനത്തിലേക്ക് പോകുക. സ്വത്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ ഇന്ന് ഒരു വേലിക്കെട്ടിനകത്തേക്ക് നിന്നെ കയറ്റിവിടുകയാണ്. സ്വത്രം. എങ്ങോട്ട് കയറ്റിവിടുന്നത്? ആസ്പത്രിയിലേക്കോ ഐസിയുയിലേക്കോ പ്രാർത്ഥിച്ച് കയറ്റിവിടും പോലെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിവിടും പോലെയല്ല. യേശു പറഞ്ഞു,
12 കൊല്ലമായി രക്തസ്രാവമായി ലോകത്തിൽ കൂടി നടന്ന നീ എന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി വ്യാപരിച്ച് സൗഖ്യമായെങ്കിൽ ഇനി നിന്നെ സ്വന്തം നീ പോകേണ്ടത് ഗോ ഇൻ ടു ദ പീസ്, നീ സമാധാനത്തിലേക്ക് പോകുക. അത് നിലനിൽക്കണമെങ്കിൽ, ഏത് നിലനിൽക്കണമെങ്കിൽ, ഈ കിട്ടിയ സൗഖ്യം നിലനിൽക്കണമെങ്കിൽ യേശുവിന്റെ സമാധാനത്തിൽ തുടരണം. സ്തോത്രം. കിട്ടിയ വിടുതൽ, കിട്ടിയ രക്ഷ, കിട്ടിയ പരിശുദ്ധാത്മാവ്, കിട്ടിയ ശുശ്രൂഷ, അത് നിലനിൽക്കണമെങ്കിൽ സമാധാനത്തിൽ തുടരണം. സ്തോത്രം. മനസ്സിലായി? ചില മരുന്നുകളുണ്ട്, അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അലമാരിയിൽ വെച്ചാൽ കേടായി പോകും, വിഷമായി പോകും. ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർക്കറിയാം, ഇൻസുലിൻ ബോട്ടിൽ എവിടെ വയ്ക്കുന്നത്. അതുകൊണ്ട് അലമാരിയിൽ വെച്ചാൽ നാളെ കുത്തി വെച്ച് ചത്തുപോകും. അത് സൂക്ഷിക്കണം, ഫ്രീസറിൽ സൂക്ഷിക്കണം, തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം ചില മരുന്നുകൾ. ഇതുപോലെ കർത്താവ് തന്ന രക്ഷ അവൻ തന്ന സമാധാനത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. കർത്താവ് തന്ന ശുശ്രൂഷ അതും ഇതൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോയി രാഷ്ട്രീയം കളിച്ച് ഉള്ള സ്വസ്ഥത കളഞ്ഞാൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഉള്ള ശുശ്രൂഷ പോയി കിട്ടും. ഒന്നിനും തലയിടാതെ സമാധാനത്തിൽ ശുശ്രൂഷ സൂക്ഷിച്ചാൽ ഈ കൊച്ചു മനമുകളിൽ നിന്നും നിങ്ങളെ ദൈവം ഉന്നതങ്ങളിൽ എത്തിക്കും. എത്രയോ പേരെ ദൈവം ഈ ഹൈ റേഞ്ചിൽ നിന്നും ഈ താഴ്വാരത്തിൽ നിന്നൊക്കെ മനുഷ്യൻ ചെന്നെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ പണ്ടുകാലത്ത് സ്വപ്നം കാണാൻ കഴിയാത്ത മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, സ്വർഗത്തിലെ സമാധാനത്തിൽ സഭയെ സൂക്ഷിപ്പാൻ, സ്വർഗത്തിലെ സമാധാനത്തിൽ കുടുംബജീവിതത്തെ സൂക്ഷിപ്പാൻ, സ്വർഗത്തിന്റെ സമാധാനത്തിൽ കൃപാവരങ്ങളെ സൂക്ഷിപ്പാൻ, സ്വർഗത്തിന്റെ സമാധാനത്തിൽ അഭിഷേകത്തെ സൂക്ഷിപ്പാൻ, സ്വർഗത്തിന്റെ സമാധാനത്തിൽ സ്വർഗമേൽപ്പിച്ച ശുശ്രൂഷയെ സൂക്ഷിപ്പാൻ ഇന്ന് രാത്രികാലം ഫലങ്ങളും കൃപകളുമെല്ലാം സൂക്ഷിക്കപ്പെടേണ്ടത് സ്വർഗത്തിന്റെ സമാധാനത്തിനകത്താണ്. അതിനകത്ത് പൊതിഞ്ഞ് സൂക്ഷിപ്പാൻ ആര് തയ്യാറാകുന്നു അവരുടെ ഉയർച്ചയെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്ക് കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നന്ദിയോടെ സ്വത്രം പറഞ്ഞു. ആരോട് ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമായിട്ടുണ്ട്, നിങ്ങളുടെ ശുശ്രൂഷ പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. ഒതുങ്ങിക്കൂടി നിന്ന് നിങ്ങളിൽ ചിലരെ എന്റെ ദൈവം ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ച് കയറ്റാൻ പോകുക. അതിന് സ്വർഗം നിന്നോട് പറയുക, നീ സമാധാനത്തിലേക്ക് കയറ്. രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞ വാക്ക് ഒരു പ്രവചനം പോലെ. അല്ലയോ ദൈവദാസ, കൂട്ടുവേലക്കാര, കർത്തൃദാസി, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ഈ കോമ്പൗണ്ടിൽ എവിടെയോ ഇരുന്നോ നിന്നോ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മപൂർണ്ണനായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഇവിടെ വന്ന് നിങ്ങളുടെ സെന്ററിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് ഇല്ല, ഓൺലൈനിൽ നിങ്ങൾ വായിച്ചിരുന്നവരാണെങ്കിൽ സ്വർഗം പറയുന്നു നിങ്ങൾ രക്ഷപ്പെട്, ഒന്നിനും പോയി തലയിടരുത്. സ്വർഗം പറയുന്നു എന്റെ സമാധാനത്തിൽ നിന്നെ തന്നെ സൂക്ഷിക്കാൻ. ഒരാത്മീയ അന്തരീക്ഷം നിങ്ങൾക്ക് വെളിപ്പെടട്ടെ. ആരെയോ ദൈവം കൈപിടിച്ചുയർത്തട്ടെ. കഴിഞ്ഞ 2 കൊല്ലമായി ഈ കരയുന്ന വിഷയത്തിന് 5-ാമത്തെ രാത്രി സ്വർഗം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ശത്രു കയറി വരുന്ന പാതിതറക്കിയാണ് നിന്നെ സമാധാനത്തിലേക്ക് കയറ്റിവിടുകയാണ്. ആരാ ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, യേശുവിനെ കുറക്ക് വിളിക്കാൻ തയ്യാറാകുന്നത്? എന്റെ കർത്താവേ, എന്നോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ? അവരോട് സ്വർഗം പറയുന്നു നിന്നെ ഞാൻ എന്റെ സമാധാനത്തിലേക്ക് കയറ്റിവിടുകയാണ്. അതിനകത്ത് നിറങ്ങരുത്. ആരൊക്കെ എന്ത് മോഹന വാഗ്ദാനങ്ങൾ കിരീടവും സിംഹാസനവും ചൂണ്ടിക്കാണിച്ചാൽ എന്റെ സമാധാനത്തിൽ ഇറങ്ങി പോരുകയെന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ ദൈവകൃപ. സ്വർഗം കൊള്ളട്ടെ ചിലരെ. ഈ ആദ്യ രാത്രിയിൽ തന്നെ അന്തരീക്ഷം മാറി വരട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ വ്യതിപിടിക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ ചില കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിന്റെ സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ ബ്ലാങ്കറ്റ് ചെയ്യുന്നത് പോലെ, പുതപ്പിക്കുന്നത് പോലെ ഞാൻ ആത്മാവിൽ കാണുന്നു. പുതപ്പെടുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവത്തിന്റെ സമാധാനത്തിന്റെ പുതപ്പ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ അന്തരീക്ഷം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ആത്മാവ് ഇറങ്ങി വരുന്നത് നിങ്ങൾ അറിയുന്നില്ലേ?
ഹൃദയത്തിനകത്ത് ചലനം ഉളവാക്കുന്നെങ്കിൽ മസിൽ പിടിച്ചിരിക്കരുത്. വിശ്വാസത്തോടെ പറ, എന്റെ ദിവസമാണ് ഇന്ന്, ഇത് എന്റെ കൺവെൻഷനാണ്. തടസ്സങ്ങൾ സാത്താൻ എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ മേഖലയിൽ ദുഷ്ടപിശാച് കയറ് വലിച്ചു കെട്ടിയാലും, വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ, ആരാധിക്കാൻ ആളുണ്ടെങ്കിൽ സ്വർഗ്ഗങ്ങൾ വകം പൊട്ടിച്ചുകൊണ്ട് ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനെ തെളിഞ്ഞിക്കഴിഞ്ഞു. സ്വർഗ്ഗം പറയുന്നു, നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ വെളിപ്പാടുകൾ എന്റെ അകത്തേക്ക് ദൈവം തരുന്നു. അത് അങ്ങനെയായിരുന്നെങ്കിൽ പൗലോസ് എന്ന് പറയുന്ന, ശൗൽ എന്ന് പറയുന്ന ഒരുത്തനാണ് സഭയുടെ 8 വർഷമായി വിടുതലുകളെ തടഞ്ഞതെങ്കിൽ, അത്ഭുതങ്ങളെ തടഞ്ഞതെങ്കിൽ, ഇന്ന് രാത്രി അവനെ തൊട്ടോണ്ട ദൈവസഭയ്ക്ക് മറുപടി തരാൻ പോകുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? മുണ്ടക്കയത്ത് നിങ്ങൾ വസിക്കുന്നത് എവിടെയാണോ, നിങ്ങളുടെ ലോക്കൽ സഭകൾ എവിടെയാണോ എനിക്കറിയില്ല, പക്ഷേ സ്വർഗ്ഗം പറയുന്നു, നിന്നെ എനിക്ക് വേണം. സഭയെ നിന്നെ എനിക്ക് വേണം. നിന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കണം, നിന്നിലൂടെ ശുശ്രൂഷകൾ നടക്കണം. അതിന് കിടന്നിടയ്ക്കാൻ തടസ്സമിടാൻ ഏത് വ്യാപാര ശക്തി പോരാടിയാലും അവസരം വരികയാണ്. യേശുവിന്റെ നാമത്തിൽ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളി പായിക്കുന്നതുമായ ഒരു നദി പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ ദൈവാത്മ സ്വാധീനം ഉണ്ടാകുകയാണ്. അവരോട് ദൈവം പറയുന്നു, നിന്റെ വാതിൽ അടച്ചത് ആരാണെങ്കിലും, നിന്നെ ഭയപ്പെടുത്തിയത് ആരാണെങ്കിലും, നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തത് ആരാണെങ്കിലും അവനെ ദൈവം തൊടാൻ പോകുകയാ. അവനെ ദൈവം പ്രാർത്ഥന മുറിയിലേക്ക് കേട്ടാൻ പോകുക. അങ്ങനെ സഭയ്ക്ക് സമാധാനമുണ്ടായി എന്നെഴുതിയതുപോലെ നിന്റെ വീട്ടുകാരും അതുകൊണ്ട് അങ്ങനെ നിന്റെ കുടുംബത്തിന് സമാധാനം വരും. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഞാൻ മനസ്സിലാക്കുന്നു, ദൈവജനം തിരിച്ചറിയുന്നുണ്ട്. സമാധാനം കെടുത്തിയാൽ സഭ ഒരു സംഘടന പോലെ അങ്ങ് നോക്കണം. ഒരു ദൈവപ്രവൃത്തി നടക്കുകയല്ല. ഇത് സാത്താൻ അറിയാം. അത് ഇന്ന് രാത്രി കൊച്ചു സെന്ററിൽ ദൈവം പൊളിച്ചു കളയുക. സ്വപ്രഹാരമില്ല. കേമന്മാര് കാണില്ല, ഉന്നതന്മാര് കാണില്ല, ഹൈ ക്ലാസ് വാഹനത്തിൽ യാത്ര ചെയ്ത് വരുന്നവർ കാണില്ല. പക്ഷെ 10 പേരോടെങ്കിലും സമാധാനത്തിൽ ജീവിക്കുന്നവർ. അവര് പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി നടക്കും. അവര് പ്രാർത്ഥിച്ചാൽ തളർവാദ രോഗി എഴുന്നേൽക്കും. അവര് പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകും. അവര് പ്രാർത്ഥിച്ചാൽ ചില കുടുംബങ്ങൾക്ക് വഴി തുറക്കും. അങ്ങനെ സ്വർഗം നിങ്ങളെ പുറത്തേക്ക് വെക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി സന്ദർഭനാണെങ്കിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ ലക്ഷ്യം വെക്കുകയാണ്. ഇത് ഉപവാസ പ്രാർത്ഥന അല്ലെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി വന്ന ചില ദൈവദാസന്മാരെ, ചില വ്യക്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുക, നിന്നെ ഒതുക്കാൻ നോക്കിയത് ഏത് വൻപൻ ശൗലാണെങ്കിലും, ഏത് മതം മേലാളനാണെങ്കിലും, നിനക്ക് വിരോധമായി ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം എടുക്കുന്ന മെസ്സേജാണോ എന്താണോ നിനക്കെതിരെ വരുന്നത്, അത് ഇന്ന് രാത്രി സ്വർഗം കൂട്ടുകയാണ്. ആത്മാവിൽ ശ്വാസിച്ച് ദൈവമെടുക്കാൻ കുറവെങ്കിൽ അവരവർ തന്നെ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെയുണ്ട്, ഞാൻ കെട്ടടിച്ചു തരുമ്പോൾ നിങ്ങൾ മുഴുവൻ കുറഞ്ഞു കളയണമെന്ന്. ഉൽപ്പത്തിയുടെ വാക്യം അത് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു. സ്വർഗം ഇറങ്ങി ചില കെട്ടുകൾ കുറ്റി മറച്ചു തരികയാണ്. നീ ആ മുഖം കഴുത്തേട് വെച്ചോ ഇരിക്കരുത്, കുറഞ്ഞു കളയണം. ആത്മവീര്യത്തോടുകൂടെ അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ സമാധാനം മടങ്ങി വരുമ്പോൾ, സമാധാനം മാത്രമല്ല ശുശ്രൂഷ കൂടി മടങ്ങി വരും, അഭിഷേകം കൂടി മടങ്ങി വരും, അത്ഭുതങ്ങൾ കൂടി മടങ്ങി വരും, വിടുതലുകൾ മടങ്ങി വരും, പ്രാർത്ഥനയുടെ നടപടികൾ മടങ്ങി വരും. കർത്താവ് ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. സ്തോത്രം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ കിട്ടിയൊരു വെളിപ്പാടാണ് ആമുഖമായി പറഞ്ഞു വരുമ്പോൾ ദൈവാത്മാവെന്നെ ഓർപ്പിക്കുന്നത്. 8 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ എന്തുകൊണ്ട് അത്ഭുതം നടന്നില്ല? ദൈവം കൈവിട്ട കേസാണെങ്കിൽ അന്ന് അയനിയാത്ത് ചത്തുപോയത്. ഇത് 8 കൊല്ലം കഴിയുമ്പോൾ എഴുന്നേക്കത്തില്ലായിരുന്നു. ഇത് കൈവിട്ട കേസല്ല.
ഞാൻ നിങ്ങളെ നോക്കി പുറത്തേക്ക് നോക്കി ദൂത് പറയാം, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. കൈവിട്ടായിരുന്നെങ്കിൽ നീ പണ്ടേ മരുന്നേക്കാതെ മരിച്ചുപോയാൽ, മനപ്രയാസം വന്ന് നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാൽ. പക്ഷെ ദൈവം ചില താമസിച്ചാലും വെച്ചോണ്ടിരിക്കുന്നത് നിന്നിൽ ഒരു പ്രവൃത്തി നടക്കാനാണ്. ഹല്ലേലൂയ. വർഷം 3-4 കഴിഞ്ഞുപോയി, നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നിയാലും പേടിക്കേണ്ട, തിരിച്ചു പിടിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. സ്തോത്രം. ജന്മനാ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചില്ലേ, ഇവനോ നിന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തിട്ടാണ് എങ്ങനെ വന്നത്? യേശു കൃത്യമായി മറുപടി കൊടുത്തില്ലേ, പാപമല്ല ഇവിടുത്തെ വിഷയം, പിന്നെ എന്താ? ഇവനിൽ ദൈവപ്രവൃത്തി നടക്കാനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരിലോ ദൈവപ്രവൃത്തി നടക്കാനുണ്ട്. ആ ദൈവപ്രവൃത്തി നടന്നാൽ നീ ഒരു അത്ഭുത വിഷയമാകും. നിന്നെ പിന്നെ വഴിത്തലക്ക് കാണിയല്ല, നിന്നെ പിന്നെ പഴയ കൂട്ടുകാരുടെ ഇടയെ കാണിയല്ല, പഴയ ടീമിന്റെ ഇടയെ കാണിയല്ല. സ്വത്രം. അവിടെ നിന്ന് ദൈവമായ കർത്താവ് നിന്നെ നില മാറ്റി നിർത്തി അനുഗ്രഹിക്കും. സ്വത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൂതന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഇന്ന് നീ നിൽക്കുന്ന നില ഒരു പുറകിലെ നിലയാണ്. സ്വർഗം നിന്നെ അതിനകത്തുനിന്ന് വിളിച്ചോണ്ട് വരും. എന്നിട്ട് മുൻപന്മാരുടെ നിലയിൽ നിന്നെ നിർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വാക്കവിടെ കിട്ടിയെന്നറിയാമോ? സഖറിയ പ്രവചനം 3-ാം അധ്യായത്തിനകത്ത് മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുക. ഇതിന് കുറ്റം പറയാൻ വേണ്ടി സാത്താൻ വന്ന ദൈവസന്നിധിയിൽ നിൽക്കുക. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സ്വന്തം ദൈവ സാത്താനോട് പറഞ്ഞു, പിശാചേ, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തവരുടെ കൊള്ളിയാണ്. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നതിനേക്കാൾ അപ്പുറമായി നമ്മൾ എവിടെന്നാ വന്നേന്ന് ദൈവത്തിനറിയാം. നീ എത്ര ആഴത്തിൽ നിന്നാ വന്നതെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. എന്നിട്ട് ദൈവം അടുത്ത് നിന്ന് ദൂതനോട് പറഞ്ഞു, ഇവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറിയിട്ട് ഉത്സവ വസ്ത്രം ധരിപ്പിക്കണം, തലയിൽ സ്തോത്രം കിരീടം വെക്കണം. എന്നിട്ട് ഈ യോശുവയോട് പറഞ്ഞു, നീ എന്റെ കാര്യം നോക്കിയാൽ ഞാൻ നിന്നെ ഈ നിൽക്കുന്ന അത്ഭുത ലക്ഷണ പുരുഷന്മാരുടെ നിരയിൽ നിർത്തൂ. മനസ്സിലായോ? സാത്താൻ കുറ്റം പറയാൻ വന്നതാ. പക്ഷെ ദൈവം ഉപ്പായം മാറിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ നിര മാറ്റി നിർത്തും. ഞാൻ പ്രവചന ദൂത് പോലെ പറയുന്നു, നിങ്ങൾക്കിന്ന് വിശ്വസിക്കാമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിലായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ വേദിയിലേക്ക് പോലും വന്നു കാണില്ല. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്നെ നിരമാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയും. ഇന്ന് നീ നിൽക്കുന്ന ഏത് നിരയിലാണെന്ന് നിനക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഏത് നിരയിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് കൂട്ടത്തിലാണ്, ഏത് ക്യൂവിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഇന്ന് രാത്രിക്കാലം സ്വർഗം പറയുന്നു, നിന്റെ മുഷിഞ്ഞ അങ്കി മാറ്റിയിട്ട് സ്വർഗം നിനക്കൊരു ഉത്സവവസ്ത്രം ധരിപ്പിച്ചിട്ട് ഈ പുതിയ അങ്കി, പുതിയ കൃപ, പുതിയ ശുശ്രൂഷ നിനക്ക് തരുന്നത് പഴയ നിരയിൽ നിൽക്കാനല്ല. അവിടെ ഒരു വാക്ക് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അത്ഭുത ലക്ഷണ പുരുഷന്മാർ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ വാക്കുകൾ നമുക്ക് തിരിച്ചെഴുതാലോ. അത്ഭുത ലക്ഷണം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ നടത്തുന്നവരുടെ ഗണത്തിലേക്ക് നിന്നെ മാറ്റുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സമാധാനത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിട്ടില്ലേ? അതിൽ നിന്ന് തള്ളി പുറത്താക്കാൻ സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ കൺവെൻഷൻ വന്നുവിട്ടത്. അതിനകത്ത് പലരും വരാതിരുന്നപ്പോൾ സ്വർഗം നിന്നെ വരുത്തി. ഇന്ന് രാത്രി വരേണ്ട പലരും വന്നില്ല. പക്ഷെ ദൈവം നിന്നെ വരുത്തിയിട്ട് ഞാൻ കുറിച്ചു കൊടുത്ത പ്രസംഗത്തിൽ നിന്ന് സ്വർഗം എന്റെ പ്രസംഗം മാറ്റിയിട്ട് നിന്നോടുള്ള ദൂത് പറയുകയാണ്, നീ സമാധാനത്തിൽ ഇറങ്ങിപ്പോരരുത്, അതിൽ തന്നെ ഉറച്ചു നിന്നാൽ നിന്നെ ഞാൻ നില മാറ്റി നിർത്തി അനുഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നു താഴെ കൊണ്ടുവരൂ. നിന്റെ ഉന്നതന്മാരുടെ നിലയിൽ നിന്റെ വീട് വെക്കൂ, നിന്റെ സ്ഥാനം വരൂ. സ്വർഗം ഇന്ന് രാത്രി അകത്തിട്ട് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളെ ദൈവാത്മാവ് നിന്നെ കിട്ടിയ ഒരു വേദിയിൽ വെച്ച് ഞാനല്ല എന്റെ ശബ്ദം ദൈവം ഉപയോഗിക്കുന്നുള്ളൂ. സ്വർഗം ദൂത് പറയുകയാണ്, നിന്നെ ആ മലന്ന് താഴെ ഇറക്കൂ. സ്വർഗം നിന്നെ നില മാറ്റൂ, നിന്റെ സ്ഥിതി മാറ്റൂ. ആളുകൾ നിന്റെ അടുക്കൽ വാഹനത്തിൽ വരൂ. അതിനുള്ള ക്രമീകരണം ദൈവം തരൂ. അതിന് സ്വർഗം ഇന്ന് രാത്രി ചിലരെ കണ്ടുവെച്ച് കൃപ തരികയാണ്. അത് ഈ രാത്രി നേടിയെടുക്കണം. വേറെ ഒന്നിനും പോയി തടയരുത്. സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ആ വിളി കേട്ടത്ര വരുന്ന രാത്രിക്കാലം പലതും കുറഞ്ഞു കളയും. യേശുവിന്റെ നാമത്തിൽ വേറൊന്നും വേണ്ട കർത്താവേ.
ലോകം വേണ്ട, ലോകത്തിന്റെ പ്രതാപം വേണ്ട, പണ്ടാരോ പാതിയില്ലേ ശ്രോത്രഹാലി പേരും പ്രസക്തിയും വേണ്ട, കേമന്മാരുടെ ലിസ്റ്റിൽ പേരും വേണ്ട. ഇന്ന് രാത്രികാലം സ്വർഗമേൽപ്പിക്കുന്ന കൃപയുണ്ടെങ്കിൽ നിന്റെ അതിര് നിശ്ചയിക്കാൻ ഇവിടെ ഒരു മനുഷ്യനെ ദൈവം അനുവദിക്കുകയാണ്. ശ്രോത്രഹാലൂയ. ഞാനൊക്കെ ദാരിദ്ര്യത്തിന്റെ താഴത്തെ തട്ടിൽ ചാണകം പോലും മെഴുകാൻ നിവൃത്തിയില്ലാത്ത കുപ്പക്കൂനെ കിടന്നതാ. അവിടെ നിന്ന് ദൈവമായ കർത്താവിന്റെ കൃപയാ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ എന്നെ പരിചയപ്പെടുത്തിയ കർത്തദാസൻ വാക്ക് പറഞ്ഞതുപോലെ ഞാനതോർത്ത് കണ്ണെന്നറിയാറുണ്ട്, സ്തോത്രം ചെയ്യാറുണ്ട്. സ്തോത്രം മലയാളി ക്രൈസ്തവരുടെ ഇടയിൽ സ്തോത്രം ഏതെങ്കിലും വിധത്തിൽ ചെറിയൊരു പരിചിതനായെങ്കിൽ അത് മുഴുവൻ മഹാദൈവത്തിന്റെ കരുണയാണ്. ഞാൻ ഇന്ന് രാത്രി എന്നെ സ്നേഹിച്ച ദൈവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാം, സ്തോത്രം നിന്നെ ദൈവം നിൽക്കുന്ന നിരയിൽ നിന്ന്, നിന്റെ ചാർച്ചക്കാരുടെ സമപ്രായക്കാരുടെ നിരയിൽ നിന്ന് നീ ഞാൻ തന്ന സമാധാനം കളയാതിരുന്നാൽ നിന്നെ ഞാൻ ഉയർത്തുമെന്ന് ഇന്ന് രാത്രി ഞാൻ കൊണ്ടുവന്ന ദൂത് മാറ്റിയിട്ട് സ്വർഗം ഈ പുൽപ്പറ്റിൽ വെളിപ്പാട് വരികയാണ്. ഒരാൾ രക്ഷപ്പെട്ട, ഒരു പൗലോസ് രക്ഷപ്പെട്ടപ്പോൾ സഭ എത്ര നോന്നായി. രാത്രി ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കും ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ രാത്രിക്കാലം കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുക, സ്വർഗം അത് ചെയ്യും. സ്തോത്രം. ഞാൻ രണ്ടു പേരോട് പറയാം, വേറെ വഴിക്ക് പോകാൻ മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം സ്തോത്രം, ഞാൻ എഴുതി തന്ന വാക്യങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധിദാസന്റെ കയ്യിലുണ്ട്. പക്ഷെ അവിടേക്ക് പോകാൻ ഒരു ഒഴുക്കില്ല. പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിനകത്ത് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട്. 9-ാം അധ്യായത്തിൽ 2-ാമത്തെ അത്ഭുതമായിരിക്കുന്ന 8 വർഷം പഴക്കമുള്ള തളർവാദ രോഗിയെ 8-ാമത്തെ കൊല്ലം പത്രോസ് വന്നിട്ട് യോഗം വെച്ചില്ല, പ്രത്യേകിച്ച് യജ്ഞങ്ങളൊന്നും നടത്തിയില്ല, പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തില്ല, പ്രാർത്ഥിച്ച് എണ്ണ പൂശിയില്ല. ആ മുറിക്കകത്ത് ഒരു കയ്യിൽ പിടിച്ച് അയനിയാസെ എഴുന്നേക്കാൻ പറഞ്ഞ മാത്രയിൽ കെട്ടുപൂട്ടിയെങ്കിൽ അതിന് മുമ്പിൽ ഒരു കാര്യം നടന്നെന്നാ ദൈവം എന്നോട് പറഞ്ഞു. സമാധാനം മടങ്ങി വന്നു. സ്തോത്രം. സമാധാനം മടങ്ങി വന്നാൽ 8 അല്ല 80 വർഷം പഴക്കമുള്ള ബന്ധനമായി. ഇന്ന് രാത്രി അതിവിടെ നടക്കട്ടെ. സ്തോത്രം. ആര് പറഞ്ഞു സഭയ്ക്കകത്ത് അത്ഭുതം നടക്കില്ലെന്ന്? ആര് പറഞ്ഞു ദൈവപ്രവർത്തികൾ നിന്നുപോയെന്ന്? ആര് പറഞ്ഞു സ്തോത്രം ഇനി അതൊക്കെ സ്വപ്നത്തിൽ മാത്രമാണെന്ന്? ഇന്ന് രാത്രി നിങ്ങളിൽ ചില ശുശ്രൂഷകന്മാരെങ്കിലും ഈ ദൂത് മുറുകെ പിടിച്ചാൽ സ്തോത്രം അന്ന് 2025-ലല്ല, ഈ ജനുവരി മുതൽ നിങ്ങളുടെ കൈവെപ്പിൽ ദൈവപ്രവർത്തി നടക്കും. യേശുവിന്റെ നാമത്തിൽ സ്വർഗം ചിലരെ കണ്ടുവച്ചിരിക്കുക. അവരെ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുക. അവരോട് ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് അതിന് കിടന്ന സ്നേഹമുണ്ട്. കർത്താവ് കൈവിടിയല്ല. പലരും അവഗണിച്ച നിങ്ങളെ ഞാൻ അങ്ങനെ തുറന്നു പറയുകയാണ്. ഓൺലൈനും ഉണ്ട്, എല്ലാം പബ്ലിക്കാന്ന് എനിക്കറിയാം. പക്ഷെ ദൂത് വന്നാൽ നെഞ്ചുപൊട്ടിപ്പോകും പറഞ്ഞില്ലെങ്കിൽ പലരും അവഗണിച്ചാൽ വിളിച്ചാൽ പോലും വരാത്ത നിങ്ങളെ സ്വർഗം കൈവിട്ടിട്ടില്ല. ആ ദൈവം നിങ്ങളിൽ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവരായി സഭകളുടെ നടുവിൽ ചെല്ലാൻ പോവുകയാണ്. നിങ്ങൾ വാതിൽക്ക മുട്ടി കയറാൻ പോവുകയല്ല. നിങ്ങളുടെ ഫോൺ നമ്പർ ആളുകൾ തപ്പാൻ പോവുകയാണ്. ഞാൻ കൈയടിപ്പിക്കാൻ പറയുകയല്ല. നിങ്ങളുടെ അവസരവും സമയവും കാത്ത് ജനങ്ങളിരിക്കാൻ പോവുകയാണ്. അതുപോലത്തെ സ്ഥിതി വരും. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ദൈവം ഏൽപ്പിച്ചത് സൂക്ഷിച്ചുകൊള്ളുക. സഭയ്ക്ക് സമാധാനമുണ്ടായി എന്ന് മാത്രമല്ല, അത് അഥവാ സഭ ആത്മീയ വർധന പ്രാപിച്ചു. സ്തോത്രം. അയനയാസ് എന്തുകൊണ്ട് 8 വർഷം ചലിച്ചില്ല, ഇപ്പൊ ചലിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഇവൻ പറയുകയാണ്. ഇപ്പൊ സഭയ്ക്കൊരു ഗുണമുണ്ടായി, ആത്മീക വർധനമുണ്ടായി. സഭ ആത്മീക വർധന പ്രാപിച്ചാൽ പിശാച് ആണി അടിച്ചു വെച്ചാലും അത് കത്തിത്താഴെ വീഴും. ആത്മീക വർധനവ് ഒരു തലമാണ്. സ്തോത്രം. ആത്മീകം എന്താന്ന് അറിഞ്ഞെങ്കിലല്ലേ ആത്മീക വർധനവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, സഭാജനങ്ങളാണ് ഈ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ശബ്ദം എവിടെ പോകുന്ന എനിക്കറിയില്ല. ചുറ്റുവട്ടത്തോ താഴെയൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ആത്മീകം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അധികം വാക്കുകളില്ല. നിങ്ങൾ ബൈബിൾ ഒത്തുവാക്കി ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മീകം എന്ന വാക്ക് കൂടി 1, 2, 3 പ്രാവശ്യം കാണുള്ളൂ ബൈബിൾ. പക്ഷേ ആത്മീകം എന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുന്നത്? നമ്മൾ ഇച്ചിരി ഒതുങ്ങിയത്
കണ്ടുകൂടി നിർത്തിയതോ, സ്ലിറ്റുകൂടി നിർത്തിയതോ, വഴക്കുണ്ടാക്കൽ നിർത്തിയതോ, ഒരു വെള്ളമുണ്ട് ഷർട്ടും വെള്ള ഡ്രസ്സും വാങ്ങിച്ചൊരു പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയതോ, അതിനൊക്കെയാണ് വാസ്തവത്തിൽ ആത്മീകം എന്ന് പറയുന്നത്. ആത്മീകം വന്നതിന്റെ ലക്ഷണത്തിൽ ചിലപ്പോൾ അതൊക്കെ വിട്ടേക്കാം. ആത്മീകം കൊരിന്ത്യലേഖനത്തിലൊരു വാക്യമുണ്ട്, ഞാനിതെല്ലാം എന്റെ മെമ്മറിയിലേക്ക് ദൈവം ഇട്ട് തരുന്നതാണ്. ആ വാക്യം ഇതാണ്: ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. 15-ാം അധ്യായത്തിലാണ്. ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു. പൗലോസാണ് ഇങ്ങനെയുള്ള കടികട്ടിയുള്ള സാധനങ്ങൾ പിടിച്ച് ദൈവസഭയ്ക്ക് തന്നത്. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ ആരുടെ മോനായിട്ട് എവിടെ ജനിച്ചാലും ആകാമ്യവർഗമായി ജനിക്കുന്നവനെല്ലാം പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ ഉടിയും ചെയ്യാതെ ഒളിപ്പോകാൻ നടക്കുന്ന ഒരു മനുഷ്യനല്ല അർത്ഥം. ഈ പ്രകൃതി ധന്യമായിരിക്കുന്ന നിലവാരത്തിൽ ഈ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ, അങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും. അതിന് ആരുടെ മക്കളായിട്ട് ജനിച്ചാലും പ്രാകൃതനാണ് ജനിക്കുന്നത്. എന്നാൽ ഇതുപോലത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ അവസരം കിട്ടിയ, കൂടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ ദൈവാത്മാവിന്റെ പ്രേരണയിൽ രണ്ട് ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പൗലോസ് എഴുതിയ വാക്കിങ്ങനെയാണ്: ആത്മീയം ഉണ്ടാകുന്നതല്ല, പിന്നത്തേതിൽ വരുന്നു. അപ്പൊ അത് വീട്ടിലില്ല, അത് എവിടെ നിന്നോ വരുന്നതാണ്. അങ്ങനെ വേണ്ട മനസ്സിലാക്കാം. ബൈബിളിന്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കാം. ഇത് എവിടെ നിന്ന് വരും സാർ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുണ്ടക്കയം ഈ മനോഹരമായിരിക്കുന്ന കുന്നിന്റെ മുകളിലേക്ക് ചെറിയ കാറ്റ് വന്ന മരത്തിന്റെ ഇലകൾ അനങ്ങുന്നെങ്കിൽ ന്യായമായിട്ടും കൊച്ചു കുഞ്ഞുങ്ങൾ കൂടെ എവിടെയും ചോദിക്കും, മമ്മി എവിടെ നിന്നാ കാറ്റ് വന്നേ? സയൻസ് അറിയാവുന്ന, മറുപടി അറിയാവുന്ന ആളുകൾക്ക് അറിയാം, കാറ്റ് വരുന്നത് ഈ മലയുടെ മുകളിൽ നിന്നല്ല, കടലിൽ നിന്നാണ് കാറ്റ് വരുന്നത്. അവിടെ നിന്ന് താണ്ടി കിലോമീറ്ററുകൾ കടന്ന് കെട്ടിടങ്ങളും പട്ടണങ്ങളും താണ്ടി തലോടി വന്ന് സ്തോത്രം കയറി വരുന്നത് കാറ്റ്. അതൊക്കെ ദൈവത്തിന്റെ മഹാത്ഭുതമാണ്. അതുകൊണ്ട് ദൈവം ചോദിച്ചു, കാറ്റിന്റെ ഭണ്ഡാരമൊക്കെ നിനക്കറിയാമോ? അതിന്റെ ഉറവിടം നിനക്കറിയാമോ? സ്തോത്രം. എന്നതുപോലെ ആത്മീയമെന്ന് പറയുന്നത് ചുമ്മാ രണ്ടുപേര് കൈയടിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ബഹളമാണോ? അങ്ങനെയൊക്കെ തോന്നിയേക്കാം. അല്ല. പിന്നെ എവിടെന്ന ഈ ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുക. ദൈവത്തെ വിളിച്ച് ഒരുമിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, ദൈവിക കാര്യത്തിന് ഇടപെടാൻ തുടങ്ങുമ്പോൾ, ആത്മീകം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് മനുഷ്യനിലേക്ക് വരികയാണ്. അത് ആത്മാവ് വേറെ, ആത്മീകം ഇതൊക്കെ വേറെ വേറെയാണ്. ഞാൻ നിങ്ങളോട് പറയാം, 4 യോഗത്തിൽ പോയി പങ്കെടുത്താൽ 2 പ്രസംഗം കിട്ടുമെന്നല്ല, അതിനകത്ത് പോയിരുന്ന് പാട്ട് പാടുമ്പോ കൂടെ പാടിയാൽ, എല്ലാരും കൈയടിക്കുമ്പോ കൂടെ കൈയടിച്ചാൽ, സ്തോത്രം പറയുമ്പോ കൂടെ സ്തോത്രം ചെയ്താൽ, നീ അറിയാതെ നിന്നിലേക്ക് ആത്മീകം വരും. സ്തോത്രം. സാധാരണ പണ്ട് ആളുകൾ പറയായിരുന്നു, ചേമാർക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്, അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട്, ഇപ്പൊ അങ്ങനെ പറയുന്നില്ല, ഇപ്പൊ സ്തോത്രം അവർക്ക് പറയാം പല കാര്യങ്ങൾ, എന്റെ പേരിലായിരിക്കാം. പണ്ട് പറയായിരുന്നു, ഇതുപോലത്തെ യോഗത്തിൽ പോകരുത്, അവളെപ്പോൾ ഉപദേശിച്ചവരെ കയറ്റരുത്, അവർ പോയി ഇരുന്നാൽ, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ്ട് പൊടി വെതറുക, പൊടി വന്ന് വീണാൽ പിന്നെ അവിടെ പോയി ചേരുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോരം കള്ളക്കഥകളാണ് പറഞ്ഞത്, അതെല്ലാം ദൈവം പൊളിച്ചു. ഇത് പൊടിയൊന്നുമല്ല, എന്താണെന്നറിയാമോ? സത്യമാണ്. ഇതുപോലത്തെ ഒരു യോഗത്തിൽ ഈ കസേര വന്നിരിക്കണമെന്നില്ല, ഈ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും നിന്നാൽ മതി. ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആത്മീകം വരാൻ തുടങ്ങും. എത്ര ഇതുപോലത്തെ യോഗത്തിലൊക്കെ ഇരുന്നത് കൊണ്ട്, എന്നാൽ നമ്മുടെയൊക്കെ കൂട്ടായ്മയ്ക്കകത്ത് കയ്യിൽ കൊണ്ട് കൊടുത്ത് കള്ളം കുടിച്ച് നിന്ന സമയത്ത് നാൽക്കവലയിൽ ഇതുപോലത്തെ പാട്ടുകാരും വെള്ളക്കുപ്പായിട്ട് വലിയ ടീമൊന്നുമില്ലാതെ ഒറ്റയാനെ പോലെ ഹാൻഡ് മൈക്ക് പോലും ഇല്ലാതെ പരസ്യയോഗം നടത്തിയപ്പോൾ രക്ഷിക്കപ്പെട്ട എത്രയോ പേര് ദൈവസഭയ്ക്ക് കിട്ടുമെന്ന് പറയാമോ? എന്താ കാര്യം? കണ്ണും കൈയും കാണിച്ച് വിളിച്ചോണ്ട് വന്നതല്ല. സ്വന്തം സായിപ്പിന്റെ അഡ്രസ് തരാം, വീട് വെക്കാൻ കാശ് തരാം, വെണ്ണ കടിക്കാനത്ത് കാശ് തരാം, പാലും പയരും തരാന്ന് പറഞ്ഞ് വിളിച്ചതല്ല. പിന്നെ എന്താ? വചനം കേട്ടപ്പോൾ ആത്മീകം വന്നു. അന്ന് കുടി നിർത്തി, അന്ന് ദൈവത്തെ കണ്ടു. സ്വത്രം. ഇന്ന് രാത്രി എന്റെ അപ്പൻ അതുപോലത്തെ ഒരു ഗണത്തിൽപ്പെട്ടയാളാ.
ഞങ്ങൾ സ്വന്തം സ്നാനം കാണാൻ വേണ്ടി പോയതാ പിറവത്ത്. സ്വന്തം ആറ്റിൽ നടക്കുന്നൊരു സ്നാനം കാണാൻ വേണ്ടി. ചന്തയിലെ കച്ചവടക്കാരനായിരുന്നു. കള്ളു കുടിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ കയറി ബസ്സിന്റെ കമ്പി പിടിച്ച് കയറി പോകാൻ പാകത്തിനല്ലാത്ത രീതിയിൽ കള്ളു കുടിച്ച് ചില അധികമായി പോയി. കാർ അടക്കാത്ത സ്ഥിതി വന്നപ്പോൾ മദ്യലഹരി ഇറങ്ങാൻ വേണ്ടി ഒരു പുരുഷന്റെ ചോട്ടിൽ ഇരിക്കുമ്പോഴാണ് ബന്ധുക്കോസുകാർ തമ്പേലം കൊട്ടി ആറ്റിൽ സ്നാനത്തിന് പോകുന്നു. അപ്പനെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് സ്നാനം നടക്കുന്നു, വന്ന് കാണാൻ പറഞ്ഞു. കള്ളിന്റെ ലഹരിയിൽ കാണാൻ വേണ്ടി ആറ്റുതീരത്ത് നിന്നതാ. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എന്റെ അപ്പന്റെ അകത്തേക്ക് ആത്മീകം വന്നു. ആരും പൊടിയിട്ട് പിടിച്ചതല്ല. പൊടിയിട്ട് പിടിച്ചതാണെങ്കിൽ പണ്ടേ പോയേനെ. ഇന്ന് രാത്രി ഞാനിവിടെ വരാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആത്മീകം കയറിയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. എന്തൊക്കെ ചെയ്തിട്ടും പരിഹാരം വരാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിഹരിക്കുന്നത് ആത്മീകം കൊണ്ടാണ്. സ്വന്തം സഭാ വിഷയങ്ങൾ പരിഹരിക്കുന്നത്, പരിശുദ്ധാത്മാ വിഷയങ്ങൾ പരിഹരിക്കുന്നത്, ആളുകളെ മാറ്റിയെടുക്കുന്നത്, സ്വഭാവം മാറുന്നത്, ദുർമാർഗം മാറുന്നത്, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്, പണിയെടുത്ത കൂലി വീട്ടിൽ പിള്ളേര് കുടുംബത്തിൽ വന്ന് കഴിക്കാൻ വെക്കുന്നത്, ആളിന് ആത്മീകം വന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. ആത്മീകം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. 1000 യോഗത്തിൽ പോയിട്ടും ആത്മീകം വരാത്ത ആളുകൾ ഇങ്ങനെ ചാടിച്ചാടി നടക്കും. കുറെ കഴിയുമ്പോൾ അവർ കുറ്റം പറയാൻ തുടങ്ങും. അവരായി പറയുന്നത് എല്ലാം കള്ളന്മാരാ, വെറുതെ പറയുന്ന ആള്. കാര്യം കുഴപ്പം കുടം കമ്പി തേച്ച് വെള്ളം ഒഴിച്ചു ചേട്ടൻ പോയി പുറകിൽ ഉറങ്ങിക്കൊണ്ടിരുന്നു, കാശ് പോയിന്നുള്ളൂ. ആത്മീകം വന്നവനെല്ലാം ഈ കൂടത്തിൽ രക്ഷപ്പെട്ടു. അല്ല ഞാൻ പറഞ്ഞതിന്റെ സത്യം. ആകെ രക്ഷപ്പെടായിരുന്നിട്ടുള്ളത് ഇതിനകത്ത് വന്നിട്ട് ചുമ്മാ തൂങ്ങി മറിഞ്ഞു പോവല്ല, എല്ലാവരും കണ്ടിട്ട് പോവുകയല്ല. കൂടെ ഇരുന്ന് പാട്ടുപാടിയപ്പോ പാട്ടുപാടി, കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. സ്വർഗത്തിന് ദൈവം ഇറങ്ങി വന്നു. സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവന്റെ അകത്ത് ആത്മീകം കയറി. അവൻ രക്ഷപ്പെട്ടു. അവൻ കുടി നിർത്തി. അവന്റെ ജീവിതം മാറി. അവൻ വിഗ്രഹാരാധന നിർത്തി. അവൻ സത്യദൈവത്തെ മനസ്സിലാക്കി. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലാത്തവൻ ഇന്ന് ബൈബിൾ പറയുന്ന കേട്ടാൽ ഞെട്ടിപ്പോകും. എന്റെ നാട്ടിൽ എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ? അവരൊക്കെ ഓക്കെ സ്വോത്രം ചെയ്തുകൊണ്ട് പറയാം, ആത്മീകം വന്നാൽ ജ്ഞാനം വർദ്ധിക്കും. ആത്മീകം വന്നാൽ സ്വോത്രം പരിജ്ഞാനം ഉണ്ടാകും. ആത്മീകം വന്നാൽ സ്റ്റാൻഡേർഡ് മാറും. ആത്മീകം വന്നാൽ നിന്റെ ജീവിത നിലവാരം മാറും. മുക്കുവന്മാരെ മാറ്റിയത് സ്വോത്രം 6 വർഷത്തെ കോഴ്സ് അല്ല. അവരുടെ അകത്ത് ആത്മീകം വന്നപ്പോൾ യഹൂദന്മാരുടെ സദസ്സിൽ സ്വോത്രം ഉന്നതന്മാരോട് ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ കൃപ കൊടുത്തു. പിന്നെ രാത്രി ആത്മീകം നമ്മളെ മാറ്റിയെടുക്കും. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് സ്തോത്രം. ആ ആത്മീയത്തിന്റെ പ്രത്യേകത ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം എന്റെ അകത്ത് ആത്മീകം വർദ്ധിച്ചാൽ എനിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും. എങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്, നിങ്ങളുടെ ഒരു പഴയ വീടാന്ന് വിചാരിച്ചു. ആ വീട്ടിലേക്ക് കറണ്ട് വന്നപ്പോൾ സിംഗിൾ ഫേസ്, പണ്ടത്തെ സിംഗിൾ ഫേസ് ഓർക്കുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. കറണ്ട് എടുക്കുമ്പോൾ പണ്ടൊക്കെ കറണ്ട് കിട്ടുമ്പോൾ ഒരു ബൾബും പിന്നെ ഒരു പ്ലഗും ഒക്കെയായിട്ടാ കിട്ടിക്കൊണ്ടിരുന്നത്. അന്നേരം നമുക്കൊരു ഫാൻ മതി, സ്തോത്രം, ഒരു ലൈറ്റ് മതി, അതൊക്കെ മതിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ പിള്ളേര് വളർന്നു കഴിഞ്ഞപ്പോൾ പിള്ളേര് മിക്സി മേടിച്ചു, മോട്ടോർ മേടിച്ചു, AC മേടിച്ചു, ഫ്രിഡ്ജ് മേടിച്ചു, വാഷിംഗ് മെഷീൻ മേടിച്ചു. ഇതെല്ലാം മേടിച്ചങ്ങ് വെക്കുക ഇൻസ്റ്റാൾമെന്റുകാരോട്. പക്ഷെ ഇത്രയും സാധനം മേടിക്കുമ്പോൾ ഓർത്തോളം പഴയ സിംഗിൾ ഫേസ് ഈ സംഭവം ഓടിയല്ല. ഇത്രയും സാധനം മേടിച്ചു വെച്ചിട്ട് കുത്തിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കത്തിപ്പോകും. അന്ന് ഇട്ടിരുന്നത് 1 mm ചെറിയ വയറാ. പക്ഷെ ഇത്രയും സാധനം ഓടണമെങ്കിൽ നിങ്ങൾ 2.5 വയറിട്ട് വയറിങ് ചെയ്യണം. നിങ്ങളുടെ വോൾട്ടേജ് കൂടണം. നിങ്ങളുടെ സ്വപ്നം വലുതാണെങ്കിൽ, നിങ്ങളുടെ ദർശനം വലുതാണെങ്കിൽ ആത്മീകം ഒരു പവറാണ്. അത് വർദ്ധിക്കണം. അത് വർദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ പഴക്കം ചെന്ന വിഷയങ്ങളെ ആത്മീകം തോൽപ്പിക്കും. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം സ്വർഗം പറയുന്നു, ആത്മീകത്തിന്റെ ശക്തി കൊണ്ട് ചില വിഷയങ്ങൾ തോക്കുന്ന വർഷമായി ഈ വർഷത്തെ മാറ്റിയെടുക്കണം. എന്തോ ചെയ്യണം? ഇതൊന്നും മാർക്കറ്റിൽ കിട്ടുന്നതല്ല, തൂക്കി മേടിക്കാൻ പറ്റിയല്ല. ദിവസത്തിൽ ഒരല്പസമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ അധികം ആത്മീകം വരും.
സഭയ്ക്ക് ആത്മീക വർധന വന്നപ്പോൾ സ്വത്രം അയനയാസ് തന്നെ എഴുന്നേറ്റു. ഒറ്റ ദിവസം കൊണ്ട് എഴുന്നേറ്റു. 8 കൊല്ലം കൊണ്ട് പലര് പ്രാർത്ഥിച്ചിട്ടും താങ്ങിപ്പിടിച്ചിട്ടും എഴുന്നേക്കാത്ത വിഷയം പോലെ കിടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ശുഭകരമായി ദൂത് തരുന്നു. ഈ കൊല്ലം ചാടി എഴുന്നേക്കും. നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരും. നിങ്ങളുടെ ഞാൻ തറഞ്ഞു കിടക്കുന്ന മനുഷ്യനെയല്ല പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒതുങ്ങിപ്പോയ വിഷയങ്ങൾക്ക് ഗംഭീരമായ പരിഹാരം വരും. 2 കാര്യം കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. 2 കാര്യങ്ങൾ. കർത്താവിനോടുള്ള ഭക്തി വർദ്ധിച്ചു, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നടക്കാൻ തുടങ്ങി. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഉറപ്പ് പറയാം, കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത കൊല്ലം ഇതുപോലത്തെ ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ സ്തോത്രം, ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ സെന്ററിനെയും മാറ്റിയിരിക്കും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാനത് ആശംസിച്ചുകൊണ്ട് ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനകത്ത് എവിടെയോ സ്തോത്രം യേഹൂവിനെ പോലെ ഒളിച്ചിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്ന ആരോ ഉണ്ട്. അവരെ ദൈവം ഇന്ന് രാത്രിക്കാലം ഇതിനകത്ത് കണ്ടുവച്ചിട്ടുണ്ട്. സ്തോത്രം. ഇസ്രായേലിനെ തകർക്കാൻ, സ്തോത്രം, ആഹാബ് ഗ്രഹത്തിന് ഉന്മൂലനാശം വരുത്താൻ എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ചിലരെ കണ്ടുവച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വായിച്ച 17-18 വാക്യങ്ങൾ ദൈവദാസന്മാർ എന്നോട് ക്ഷമിക്കണം, ഒരു പ്രഭാഷണത്തിന് വന്നതാണ് ഞാൻ. പക്ഷേ പരിശുദ്ധാത്മാവ് പുൾപിറ്റിൽ നിന്ന് 5-10 മിനിറ്റുകൾ അന്തരീക്ഷം മാറ്റിവിട്ടു. ഞാൻ എഴുതിക്കൊടുത്ത് ഒരു വാക്യം വായിക്കാൻ പറ്റിയില്ല. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി മറച്ചിട്ടിരുന്നൊരു വാക്യത്തിനകത്തു നിന്ന് ഇതിനകത്ത് കണ്ടുവെച്ച ചിലർക്ക് വേണ്ടി ദൂത് പറയുകയാണ്. ഞാൻ നിന്റെ ആത്മീകം വർദ്ധിപ്പിക്കും, ഞാൻ നിന്റെ ഭക്തിയെ വർദ്ധിപ്പിക്കും, എന്റെ ആത്മാവ് നിന്നെ നടത്തും, എന്റെ സമാധാനത്തിൽ നിന്നെ കാക്കും. അങ്ങനെ ചിലർക്ക് നീ ഒരു മറുപടിയായി മാറും. നീ ഒരു ചോദ്യചിഹ്നമാണ്. നിന്റെ കുടുംബം ഒരു അപമാന വിഷയമാണ്. നീ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇതിന് പരിഹാരം വരുത്താൻ സ്വർഗീയ കോടതി തീരുമാനിച്ചിട്ടാണ് ഈ കൊല്ലം മുണ്ടക്കയം സെന്ററിനോട് കൺവെൻഷൻ വെക്കാൻ പറഞ്ഞത്. ദൈവാത്മാവ് എന്നെ ഇവിടെ പ്രസംഗിക്കാൻ വരുത്തിയത്. ഞാൻ എഴുതി വെച്ചത് മാറ്റി ഈ കാര്യം പറയാൻ പറഞ്ഞത് സ്വർഗം ചിലരെ കണ്ടുവച്ചിട്ടാണ്. അവരിൽ ആത്മീക വർധന വരും, അവരിൽ ദൈവിക സമാധാനം മടങ്ങി വരും, അവരിൽ ഭക്തി വർദ്ധിക്കും, അവരെ ദൈവത്തിന്റെ ആത്മാവ് നടത്താൻ തുടങ്ങും. അവരെ ഇനി ലോക മനുഷ്യന് പിടിച്ചാൽ കിട്ടിയല്ല, അവരെ ഇനി അനാത്മീകര് നിയന്ത്രിച്ചാൽ കിട്ടിയല്ല. ശ്രോത്ര, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ചില നോക്കിക്കൊണ്ട് പറയുന്നു, ശ്രോത്ര, പിടിവിട്ട് പോകുന്നവരൊക്കെ പോകട്ടെ. ദൈവത്തിന് ചില ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാനുണ്ട്. ശ്രോത്ര, ലോകത്തിന്റെ കുത്തൊഴുക്കിൽ, അധികാരത്തിന്റെ മോഹത്തിൽ, അമിതമായ ആവേശത്തിൽ ആളുകളിക്കാൻ വേണ്ടി പോകുന്നവരെല്ലാം പൗലോസ് എഴുതിയതുപോലെ ദേവാസ് ഈ ലോകത്തെ സ്നേഹിച്ചു പോയി എന്ന് പറഞ്ഞ് പോട്ടെ. എന്നാലും അതിനകത്തൊരു തിമോത്തിയോസ് കാണും, അതിനകത്തൊരു തീത്തോസ് കാണും. ഇന്ന് രാത്രി അവരെ ദൈവം നോക്കി വെക്കുക, അവർക്ക് ആത്മീയ വർധന കൊടുക്കുക, അവർക്ക് ദൈവ കൃപ കൊടുക്കുക, അവരുടെ ചുറ്റും സമാധാനത്തിന്റെ വേദിക്കെട്ട് ഒരുക്കുകയാണ്. ഈ സെന്ററിനകത്ത് നിന്ന് അഭിഷേകമുള്ളവർ എഴുന്നേൽക്കും. അതിഥി പ്രസംഗികളായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ വേദികളിലേക്ക് ദൈവം നിങ്ങളെ കയറ്റു. നിങ്ങൾക്ക് വിളിയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ 5-ാം തീയതി സ്വർഗ്ഗം അതിന്റെ വാതിലുകൾ തള്ളി തുറക്കുന്നു. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് മടങ്ങാം. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിന്റെ രാത്രി എന്നോടാ പറഞ്ഞത്, എന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞത്, എന്റെ ലോക്കൽ സഭയെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ കർത്താവ് എന്നെ നിലമാറ്റി നിർത്തും. ഇന്ന് ആരും ചെന്നു പറ്റാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. ഇതെന്റെ തുടക്കമാണ്. ഇവിടെ ഞാൻ തീരത്തില്ല. എന്റെ കർത്താവ് എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഫിലിപ്പോസിനോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞു, നിർജ്ജന പ്രദേശത്തേക്ക് പൊക്കോളാൻ. അതനുസരിച്ചു. മടിയോടല്ല, ഓടിച്ചെന്നു. ആ മനുഷ്യനെ ദൈവം ശമരിയായുടെ നടുക്ക് ഉപയോഗിച്ചു. ഇന്ന് രാത്രി നിർജ്ജന പ്രദേശത്ത്, ആളും പേരും ഇല്ലാത്തിടത്ത് നീ ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്നെങ്കിൽ നിനക്കൊരു പട്ടണ ശുശ്രൂഷ